ഹായ്, എല്ലാവർക്കും നമസ്കാരം. വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പൂക്കാട്ടുപടിയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്റർ അകലെയായിട്ടാണ് ഉള്ളത്. ഒരു ചെറിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു വില്ല. 5.15 സെൻറ്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റ് 2400 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച മനോഹരമായിട്ടുള്ള വീട്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ആ വില്ല. നമുക്ക് ആ വില്ലയുടെ കൂടുതൽ വിശേഷങ്ങളൊന്നും നോക്കാം. ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. മോഡേൺ ഡിസൈനിലാണ് വീടിൻ്റെ എലവേഷൻ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് എ ടൈപ്പ് സ്ട്രക്ചർ കാണാം. കണ്ടംപററി ഡിസൈൻ്റെയും ട്രഡീഷണൽ ഡിസൈൻ്റെയും എലമെൻറ്റുകൾ അതിൻ്റെ എലവേഷനിൽ നൽകിയിട്ടുണ്ട്. ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ വീട് വരുന്നത്. രണ്ട് വശത്തും ടാർ റോഡ് തന്നെയാണ് വരുന്നത്. മെയിൻ ബസ് റൂട്ടിലേക്ക് വരുന്ന ദൂരം വെറും 300 മീറ്റർ മാത്രമാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 10 കിലോമീറ്ററാണ് അകലമുണ്ടാകുക. അതുപോലെ തന്നെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെറും 3 കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ള അകലം വരുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എ ടൈപ്പ് സ്ട്രക്ചർ, അതിന് താഴെയായിട്ട് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. മുകൾ ഭാഗത്തെല്ലാം സ്ക്വയർ ടൈപ്പ് ഡിസൈനാണ് വരുന്നത്. 2 ബാൽക്കണികൾ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് താഴെ വരുന്നത് കാർ പോർച്ചും സിറ്റ് ഔട്ടുമാണ് വരുന്നത്. അപ്പോൾ വീടിൻ്റെ മതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് മതിൽ. മോഡേൺ ആയിട്ടുള്ള മതിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്തെല്ലാം ക്ലാഡിങ് സ്റ്റോണുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ LED ലൈറ്റുകളും വരുന്നു. ഒരു കോർണർ പ്രോപ്പർട്ടിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ റോഡ് 2 വശത്തും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ വശത്തും റോഡ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നല്ല എയർ പാസേജും നല്ല നാച്ചുറൽ ലൈറ്റും ഈ വീടിൻ്റെ അകത്ത് നമുക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീടിൻ്റെ എലവേഷനെ സംബന്ധിച്ച വിശേഷങ്ങൾ. നമുക്കിനി വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വരാം. ഈ ഭാഗത്തും അതിൽ ആ ഡിസൈനിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വരാം. കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ സ്ലൈഡിങ് ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് ഗേറ്റ്. സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് നൽകിയിരിക്കുന്നത്. ഫോൾഡിംഗ് ആയിട്ട് വരുന്ന ഗേറ്റ്, സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലുമായിട്ട് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് നമുക്കൊരു പെഡസ്റ്റൽ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ഫൗണ്ടൻ സ്പേസ് പോലെ നൽകിയിട്ടുണ്ട്. അവിടെ ക്ലാഡിങ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. താഴെ ഉപയോഗിച്ചിരിക്കുന്നത് കടപ്പ കല്ലുകളാണ്. വീടിൻ്റെ എലവേഷനിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഇഷ്ടികയുടെ ഡിസൈൻ വർക്ക് കൊടുത്തിരിക്കുന്നതായി കാണാം. മോഡേൺ ആയിട്ടുള്ള ജനലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ ഫൗണ്ടേഷനിൽ കൊടുത്തിരിക്കുന്ന ടൈലുകൾ നമ്മൾ അധികം കാണാത്ത ടൈലുകളാണ്. നല്ല ഭംഗിയുള്ള ടൈൽ അവിടെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് കാർ പോർച്ച്. ഇതാണ്. 2 ജനലുകൾ വരുന്നുണ്ട്, ഓരോ പാളികളിലെ ജനലുകൾ. അതുപോലെ തന്നെ വീടിൻ്റെ സൈഡിലേക്കുള്ള ഡൈനിങ് സ്പേസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗമാണ് ഇവിടെ. ഇവിടെ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട്. ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണിത്. ഇവിടെ ഒരു ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്ക് ഏരിയ സ്പേസ് വേണമെങ്കിൽ നമുക്കിവിടെ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെ കിണർ അവൈലബിൾ ആയിട്ടുണ്ട്. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. KWA വാട്ടർ കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു വശത്തെ സ്പേസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി വീടിൻ്റെ അപ്പുറത്തെ വശത്തുകൂടി നടക്കാവുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ട് അതുകൂടി നമുക്ക് നോക്കാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് ഈ വില്ല വരുന്നത്. വീടിൻ്റെ വർക്കുകൾ ഏകദേശം ഒരു 95% കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഇവിടെ എല്ലാം കടപ്പ കല്ലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീടിൻ്റെ പുറത്തുള്ള വിശേഷം. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. വലിയ നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലാഡിങ് ടൈലുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫുൾ ബോഡി ടൈലാണ്. വലിയ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഭാഗമായിട്ട് 2 ജനൽ വരുന്നുണ്ട്. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ മെയിൻ ഡോറാണ്. ഒറ്റപ്പാളിയിലാണ് മെയിൻ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയ വുഡൻ ഹാൻഡിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. തേക്കൂട്ടിലാണ് അത് വരുന്നത്. വലിയ കട്ടിളകളും നൽകിയിട്ടുണ്ട്. അകത്തേക്ക് വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല മനോഹരമായിട്ട് തന്നെയാണ് ലിവിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഒരു വശത്തായിട്ടൊരു സിമൻറ്റ് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഏരിയ വരുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ നമുക്ക് തേക്കിൻ്റെ വെനീർ ഒട്ടിച്ചിരിക്കുന്നത് കാണാവുന്നതാണ്. ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിരിക്കുന്നു. വെർട്ടിക്കലായിട്ടുള്ള ആർക്കി ഡ്രൈവ് ആണ് അവിടെ വരുന്നത്.
ഇവിടെ ഈ ഫ്രണ്ടിലായിട്ടുള്ള ജനൽ ഇതാണ്. നല്ല മനോഹരമായിട്ടുള്ള ജനൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ചുറ്റും കവർ ചെയ്തിട്ടുമുണ്ട്. ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇങ്ങോട്ടാണ്. ഈ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ചെറിയൊരു സ്പേസ് അവൈലബിൾ ആണ്. അവിടെ ആത്തൻകുടി ടൈല് കൊടുത്തിരിക്കുന്നു. ചെറിയൊരു പാൻഡർ ബോക്സ് പോലെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. താഴത്തെ നിലയിലുള്ള ഡൈനിങ് ഏരിയ ഇവിടെയാണ് വരുന്നത്. ഇവിടെയാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല ഡൈനിങ് സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ളത് തന്നെയാണ് ഡൈനിങ് ഏരിയ. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിരിക്കുന്നതായി കാണാം. പ്രൊഫൈൽ ലൈറ്റുകൾ വരുന്നു. ഇവിടെ നിന്ന് നമുക്കൊരു കോർട്ട്യാർഡ് സ്പേസിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു UPVC വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഫുൾ ഗ്ലാസ് വെച്ചിട്ടാണ്, ടഫൻഡ് ഗ്ലാസ്സിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഒതുങ്ങിയ മാറി തന്നെയാണ് നമുക്ക് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ലൂവേഴ്സ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ജാഗ്വറിൻ്റെതാണ് വാഷ് ബേസിൻ. അതുപോലെ തന്നെ ടാപ്പും അതിന് തന്നെയാണ്. ഒരു റൗണ്ട് ഷേപ്പ് മിറർ കൊടുത്തിട്ടുണ്ട്. ഒരു സിലിണ്ടറിക്കൽ ടൈപ്പ് LED ലൈറ്റും അവിടെ വരുന്നുണ്ട്. ഒരു ക്രോക്കറി ഷെൽഫ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അവിടെ എല്ലാം LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കിച്ചൻ്റെ ഭാഗത്ത് ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു ക്രോക്കറി ഷെൽഫ് കാണാം. മൾട്ടിവുഡിലാണ് ഇതെല്ലാം നിർമ്മിച്ച് എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ലൂവേഴ്സിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നു. അവിടെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. അപ്പുറത്തെ ഭാഗത്ത് ഉള്ള ക്രോക്കറി ഷെൽഫ് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇതാണ് കിച്ചൺ. വിശാലമായിട്ടുള്ള കിച്ചൺ തന്നെ ഒരുക്കിയിരിക്കുന്നു. താഴെയും മുകളിലുമായിട്ട് കബോർഡുകൾ വരുന്നുണ്ട്. വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു കിച്ചൺ വിൻഡോ 3 പാളികൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു വാൾ ടൈല്, നല്ല ഡിസൈൻ വർക്കുള്ള വാൾ ടൈലും ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത്. വലിയ ഒരു ടാപ്പും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയക്കുള്ള സ്പേസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. അത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് താഴത്തെ നിലയിലുള്ള ബെഡ്റൂം ഒന്ന് നോക്കാം. 2 ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിലുള്ളത്. അതിനെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം. ഇവിടെ കട്ടിളകൾക്കെല്ലാം ഫുള്ളി കവേർഡായിട്ട് തന്നെ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. താഴെ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളെല്ലാം വലിയ ടൈലുകൾ, നല്ല മനോഹരമായിട്ടുള്ള ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനുള്ള ടൈലുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജനൽ കൊടുത്തിരിക്കുന്നു. ഇവിടെയും ജനൽ വരുന്നുണ്ട്. മുകൾ ഭാഗത്തായിട്ട് ഫോൾ സീലിംഗ് വർക്ക്, സിമ്പിളായിട്ടുള്ള വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വലിയ കബോർഡുകളാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. താഴെ ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഡോർ വെച്ചിട്ട് 4 ഡോറുള്ള കബോർഡും ഒരു ഡ്രസ്സിങ് ഏരിയയും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബർ ഡോറാണ് വരുന്നത്. അതുപോലെ തന്നെ വാൾ ടൈലുകളെല്ലാം ഗ്ലോസി ഫിനിഷിങ്, ഒരു നല്ല പ്രീമിയം ലുക്ക് കിട്ടുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ എല്ലാം മുകളിലാണ് ഷവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഷവർ വരുന്നുണ്ട്. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാൾ ഹാങ്ങിങ് ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത്. കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വരുന്നുണ്ട്. ഇവിടെയാണ് വിൻഡോ വരുന്നത്. എക്സോസ്റ്റ് ഫാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ടവൽ റോഡ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു വാനിറ്റി കൗണ്ടർ, അതിന് മുകളിലായിട്ട് വാഷ് ബേസിൻ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അത് വരുന്നത് ഇവിടെയാണ്. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. നേരത്തെ കണ്ടതുപോലെ തന്നെ 2 വശത്തും ജനലുകൾ, മോഡേൺ ഡിസൈനുള്ള ജനലുകൾ വരുന്നുണ്ട്. അതിനെല്ലാം പാനലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്ക് സിമ്പിളായിട്ടുള്ളത് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ബാത്റൂമിൻ്റെ ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. ഇവിടെ മാറ്റ് ഫിനിഷുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഒരേ ഡിസൈൻ, ഒരേ കളർ പാറ്റേണിലുള്ള ടൈലുകൾ വാളിലും ഫ്ലോറിലുമായിട്ട് നൽകിയിരിക്കുന്നു. ഇവിടെ നമുക്ക് വെറ്റും ഡ്രൈയുമായിട്ട് തിരിക്കാവുന്നതാണ്. ഇവിടെ അതിനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്ത് ക്ലോസറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജാഗ്വറിൻ്റെ ഒരു വാഷ് ബേസിനും സിങ്കും കൊടുത്തിരിക്കുന്നു. വാഷ് ബേസിൻ ാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. ഒരു വാനിറ്റി കൗണ്ടറും വരുന്നുണ്ട്. ഇവിടെ ഒരു മിററും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ. ഇനി നമ്മൾ പോകുന്നത് മുകളിലത്തെ നിലയിലേക്കാണ്. മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പ് വരുന്നത് ഇവിടെ നിന്നാണ്. സ്റ്റെപ്പുകളിൽ വുഡൻ ഡിസൈനുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ MS ഉപയോഗിച്ചാണ് വുഡും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നേരെ നോക്കുമ്പോൾ കാണുമ്പോൾ
വലിയ ഒരു PVC ഭിത്തിയാണ്. ഇതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. സിമൻറ്റ് ടെക്സ്ചർ വർക്കാണ് ഈ ഭിത്തിയിൽ വരുന്നത്. നല്ല മനോഹരമായി തന്നെ അത് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ഷാൻഡിലിയർ കാണാം. അപ്പോൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമുക്കിവിടെ ഒരു പാത്ത് വേ പോലെയാണ്. റൈറ്റ് സൈഡിലേക്ക് ഒരു ലിവിങ് ഏരിയയാണ്. ലെഫ്റ്റ് സൈഡിൽ 2 ബെഡ്റൂമുകളും വരുന്നുണ്ട്. നമുക്ക് ലിവിങ് ഏരിയ നോക്കാം. ഈ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് വുഡൻ ഡിസൈനുള്ള ടൈലുകളാണ്. നോക്കുമ്പോൾ അറിയാം ഇവിടെ വുഡൻ ഡിസൈനുള്ള ടൈല് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഹാൻഡ് റെയിൽ വരുന്നുണ്ട്. അവിടെ MS തന്നെയാണ് ഹാൻഡ് റെയിൽ വരുന്നത്. ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക്. നേരെ നോക്കുമ്പോൾ തന്നെ ഒരു 3 പാളി വിൻഡോ, ഇവിടെ ഒരു പാളിയുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റ് ഈ ഭിത്തിയിലാണ് നൽകിയിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ബെഡ്റൂം നോക്കാം. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ എക്സാക്റ്റ് സെയിം സ്പേസിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഡിസൈനും എല്ലാം അത് തന്നെയാണ്. ജനൽ 2 വശത്തും വരുന്നുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബിൽ ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടില്ല, അത് മാത്രമാണ് വ്യത്യാസം. പിന്നെ ഈ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ നമുക്ക് ബാൽക്കണി കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. അതുപോലെ തന്നെ അപ്പർ ലിവിങ് സ്പേസിൽ നിന്നും നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്നതാണ്. ഇതാണ് ബാൽക്കണി. 2 ബാൽക്കണി അവൈലബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയും വലിയ ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇതാണ്. ഇവിടെയും നമുക്ക് വെറ്റും ട്രേയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. കാർവിംഗ് ഡിസൈനുള്ള ടൈലാണ് ഇവിടെ ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. എല്ലാം സെയിം ടൈലുകൾ തന്നെ. ഇവിടെ ഗ്ലോസി ഫിനിഷിലാണ് ടൈല് വരുന്നത്. അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള വലിയ ബാത്റൂം ഇവിടെ ഒരുക്കിയിരിക്കുന്നു എന്ന് പറയാം. ഇനി പോകുന്നത് 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂം കൂടാതെ നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് കൂടി ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ബെഡ്റൂമിനും ഒരു ബാൽക്കണി നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് പുറത്തേക്കുള്ള വ്യൂവിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു 3 പാളി ജനൽ, ഇവിടെ ഒരു ജനലും ഒരു ബാത്റൂം കൂടി ഒരുമിച്ച് നൽകിയിരിക്കുന്നു. വാർഡ്രോബ് വരുന്നത് ഇവിടെയാണ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഇട്ടപ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത്. ഇവിടെ നമുക്കൊരു ബാൽക്കണി കൊടുത്തിരിക്കുന്നതായി കാണാം. ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. ടൈലുകളെല്ലാം നല്ല ലുക്കുള്ള ടൈലുകളാണ് ബാത്റൂമിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. നല്ല അടിപൊളി ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് ഇവിടെ വരുന്നത്. ഇവിടെ അവസാന ഭാഗത്തായിട്ടാണ് ഷവർ. ഇവിടെ കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ആ ബാത്റൂമിൻ്റെയും ബെഡ്റൂമിൻ്റെയും എല്ലാം വിശേഷം. ഇനി നമുക്ക് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകുന്നത്. യൂട്ടിലിറ്റി സ്പേസും കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതാണ് യൂട്ടിലിറ്റി ഏരിയ. വലിയ യൂട്ടിലിറ്റി ഏരിയയാണ് നൽകിയിരിക്കുന്നത്. ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് മാറ്റ് ഫിനിഷുള്ള ടൈലാണ്. ഇവിടെ ഗ്രില്ലിട്ട് കൊടുത്തിരിക്കുന്നു. വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത് ഇവിടെയാണ്. വേണമെങ്കിൽ ഇത് നമുക്കൊരു സ്റ്റഡി റൂം ആക്കാം. യൂട്ടിലിറ്റി സ്പേസ് വേണമെങ്കിൽ മുകളിലേക്ക് സ്റ്റെയറിലേക്ക് പോകാനായിട്ട് ടെറസിലേക്ക് പോകാനായിട്ടുള്ള സ്റ്റെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് MS ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി ബാൽക്കണി കൂടിയാണ് കാണാനുള്ളത്. നല്ല വലിയ ബാൽക്കണി തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ലൂവേഴ്സ് മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ക്വയർ ട്യൂബിൽ ഡിസൈൻ വർക്ക് റൗണ്ട് ഷേപ്പിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. പാരപ്പറ്റ് ഒരുക്കിയിരിക്കുന്നത് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ്. ടഫൻഡ് ഗ്ലാസ്സാണ്. അപ്പോൾ നല്ല റെസിഡൻഷ്യൽ ഏരിയ, നല്ല മനോഹരമായിട്ടുള്ളൊരു വീട്. 5.15 സെൻറ്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് പൂക്കാട്ടുപടിയിലാണ്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 4 ബെഡ്റൂമുണ്ട്. ഒരു യൂട്ടിലിറ്റി സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വലിയ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത്. ഒരു കോർണർ പ്രോപ്പർട്ടിയാണ്. KWA വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വെൽ വാട്ടറും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ വീടിൻ്റെ വിലയാണ് ഇനി പറയാൻ പോകുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ നിർമ്മിച്ച ഈ വീടിൻ്റെ വില 98 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. വീട് കാണാനും വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.